പാത്തിപ്പാറയിൽ കാട്ടാനിറങ്ങിയ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വിപിൻ സി വിജയൻ, വിപിൻ, ഈ ആന ഇറങ്ങി നശിപ്പിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷിയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചവിട്ടിക്കൊല്ലുമെന്ന ഭീതി അതോടൊപ്പം തന്നെ ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടവും ചെറുതേയല്ല വിപിൻ, അല്ലേ? അതെ, ഇതിപ്പോൾ 10-ലേറെ കർഷകരുടെ കൃഷിയാണ് ഇന്നലെ മാത്രം നശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ആന ഇറങ്ങി ഇവിടെ ആകെ തന്നെ കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പരാതി പറയാനുള്ളത് വനം വകുപ്പിൻ്റെ അടുത്താണ്. ഇത് മുറ പോലെ തന്നെ എല്ലാ കർഷകരും വനം വകുപ്പിൻ്റെ അടുത്ത് പരാതിയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ RRT സംവിധാനങ്ങൾ, ഇങ്ങനെ മൃഗങ്ങൾ കാടിറങ്ങി വരുമ്പോൾ അതിനെ തിരിച്ചോടിക്കേണ്ടതൊക്കെ RRT സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നുള്ളതൊക്കെ വനം മന്ത്രി പലകുറി പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെ ഒരു പേരിന് മാത്രമാവുന്നു എന്നുള്ളതാണ്. ഈ ഒരു നിലമ്പൂർ ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇതിപ്പോൾ ദിനവും ആന ഇറങ്ങുന്നു എന്നുള്ള അവസ്ഥയിലാണ്. ഓരോ സ്ഥലവും നോക്കിയാലും ചുങ്കത്തറയായാലും നഗരസഭയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വരെ കാട്ടാന ഇറങ്ങുന്നു എന്നുള്ളത് ഇനി അത്രയേറെ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗം ഈ കൃഷിയാണ്. അതിങ്ങനെ പാടെ ദിവസവും നശിപ്പിക്കുന്നു എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പലരും ഈ ഒരു കൃഷി ഉപേക്ഷിച്ചു, പക്ഷേ മറ്റെന്ത് എന്നുള്ളതിന് ഒരു ഉത്തരമില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അശ്വി.